ഒരു ജയ്ഭീമിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം കുറേ ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. എനിക്ക് എല്ലാ കാലത്തും ടെൻഷനേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിനിമകൾ വിജയമോ പരാജയമോ, പക്ഷേ ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ആ പെർഫോമൻസുകളെല്ലാം എല്ലാവരും എടുത്തു പറയുന്നതാണ്. അപ്പോൾ ഷാഹി കബീറിൻ്റെ സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് വരെയാണ്. അപ്പോൾ നമ്മളൊന്നും വിശ്വസിക്കുന്ന പ്രേതമില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരന് ഈ പ്രേതത്തിൻ്റെ എലമെൻ്റൊക്കെ ഈ സിനിമയിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമ റിലീസാകുമ്പോൾ എടോ ഇത് താൻ എത്ര സിനിമ ചെയ്യുന്നതാണോ, എടോ ഇത് ഞാൻ കണ്ടു മടുത്ത. എപ്പോഴും ക്രഷാണോ ഇപ്പോൾ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് എനിക്കൊരു അവാർഡ്. പക്ഷെ ജയ്ഭീമിന് ഒരു നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രേക്ഷകരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. ലിജോയും അത് പ്രതീക്ഷിച്ചിരിക്കില്ലേ? ഞാനിങ്ങനെ ബേസിലിനെ കണ്ടോണ്ടിരിക്കുകയാണ് ഈ അജേഷ് ആയിട്ട്. ഷെഫിയുടെയും PP അജേഷിൻ്റെയും അവരുടെ ഒരു കെമിസ്ട്രി എല്ലാവരും പറയുന്നത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അവർക്കിടയിൽ ഒരു പ്രണയം വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെയാണോ? എൻ്റെ കളറാണെങ്കിലും കുറച്ചൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ പല്ലിൽ കമ്പിടുക എന്നൊക്കെ വരുന്ന ഫാക്ടേഴ്സ് വരുന്നത് അവിടെ നിന്നാണ്. ഇന്നാണ് ചിലപ്പോൾ ഞാൻ അത്രയും വേണോന്ന് ഞാൻ ചിലപ്പോൾ ചോദിച്ചേനെ. ഇപ്പൊ പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ലവിൽ അതിൽ ഡിഫറൻസ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആ ഒരു പ്രണയം എന്ന് പറയുന്ന വികാരത്തിന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പലപ്പോഴും ഈ സൊസൈറ്റിയുടെ വാലിഡേഷൻ ഒരു ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിയുടെ വാലിഡേഷന് നമുക്ക് ചെവി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലേ? തീർച്ചയായും. ദിലീഷേട്ടൻ പറഞ്ഞ ഒരു കാര്യം, നീ അഭിനയിക്കണ്ട, ആ ഒരു സിറ്റുവേഷനിൽ നീയാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നീ അതിനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക, അതാണ് അഭിനയം. ഹലോ, ഷോസ്കേപ്പിൽ ഇന്ന് ലിജോ മോൾ. ഹായ് ലിജോ. ഹായ് ലിജോ, ഞാൻ ജയ്ഭീം കണ്ടപ്പോൾ മുതൽ ലിജോയായിട്ടൊരു കോൺവെർസേഷൻ ആഗ്രഹിച്ചാണ്. പക്ഷെ ഇപ്പം ഉന്മാദത്തിൻ്റെ സമയത്താണ് എനിക്ക് ലിജോനെ കാണാൻ പറ്റിയത്. എന്തായാലും താങ്ക് യു ലിജോ, താങ്ക് യു ഫോർ കമ്മിങ്. ലിജോ, ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ ആ സമയത്ത് ക്യാമറ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, ഈ മഹേഷിൻ്റെ പ്രതികാരം ആ സമയത്തൊക്കെ. അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു വലിയ നായികയായി. ഈ ഒരു സമയത്ത് ഈ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഈ തുടക്കത്തിൽ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും തമ്മിലൊരു ഒരുപാട് വ്യത്യാസം കാണുമല്ലോ. ഈ സമയത്ത് ആക്ടിങ്ങിലൂടെ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്? എനിക്ക് തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. എനിക്ക് എല്ലാ കാലത്തും ടെൻഷനേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ ഏത് സെറ്റിൽ ചെന്നാലും ഇപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു പലതരം ക്യാരക്ടേഴ്സ് ചെയ്ത് നോക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയ എക്സൈറ്റ്മെന്റ്. പക്ഷെ ആദ്യത്തെ സമയത്തൊന്നും അങ്ങനെ ഒരു തോട്ടേ വരുന്നില്ല. ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ട് വരുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനൊരു ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ഒരു ബിഗിനിങ് ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതെന്തെങ്കിലും എന്നെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇത്രയും നല്ല നല്ല ടീമുകളിൽ ഒരു പാർട്ടാവാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് എന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും നോക്കുകയാണെങ്കിൽ നല്ല ഇമോഷണൽ വെയിറ്റേജ് ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ ചെയ്യണം, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ജയ്ഭീമിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഈ പറയുന്ന പോലെ ആളുകൾ വിളിക്കുമ്പോഴേ പറയും ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാരക്ടർ. അപ്പം എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്കെല്ലാം വരുന്നത് ഈ പറയുന്ന ഒരു കുറേ ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ അടുത്തിപ്പോൾ പൊന്മാനിൽ എനിക്ക് അത്രയും ഇല്ല എന്ന് തോന്നുന്നു, എന്നാലും ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത ബേബികളായിക്കോട്ടെ, ഇപ്പം വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൂവീസിൻ്റെ പാർട്ടാവുക. അപ്പം ഞാനൊരു ഫുൾ കോമഡി എന്നല്ലെങ്കിൽ പോലും നമുക്ക് ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതും
ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഈ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ ഇപ്പൊ ലോകയൊക്കെ പോലെ അതുപോലത്തെ ഒരു ആക്ഷൻ പാക്ട് മൂവി ആക്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനും ഈ പറഞ്ഞ ഒരുപാട് എഫേർട്ട് ഇടാനുണ്ട്. കാരണം ശരി, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പൊ കല്യാണിയൊക്കെ ആണെങ്കിലും അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എഫേർട്ടൊക്കെ കാണുമ്പോൾ, അതിന് കിട്ടുന്ന റെക്കഗ്നിഷൻ കാണുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിനിമകളുടെയും എല്ലാത്തരം ക്യാരക്ടേഴ്സും എല്ലാത്തരം ജോണേഴ്സിലുള്ള സിനിമകളുടെയും ഭാഗമാകണം എന്നാണ് ആഗ്രഹം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ചില ക്യാരക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിലേക്ക് പലരും ഒതുങ്ങി പോവാറാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാരും ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് കിട്ടാനാണ്. എല്ലാ നടിമാരുടെയും വലിയ ആഗ്രഹമാണ് ലിജോ ചെയ്യുന്ന അതുപോലത്തെ ഇമോഷണൽ വെയിറ്റേജ് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട്. പലർക്കും അങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. പക്ഷെ ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പേഴ്സണലി ഒരു മെന്റലി എക്സോസ്റ്റ് ആവുക, ഫിസിക്കലി എക്സോസ്റ്റ് ആവുക, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചില സീൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ ചിലപ്പോൾ ആ ഒരു സീനിൽ അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറേ മണിക്കൂറുകൾ നമ്മൾ ആ ഒരു സീൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് അത് കുറേ റീടേക്സ് ഒക്കെ പോവുകയാണെങ്കിൽ, അതിപ്പോൾ നമ്മളുടെ പെർഫോമൻസിൻ്റെ ഇത് മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് കൊണ്ടൊക്കെ ചിലപ്പോൾ ടേക്സ് കൂടുതൽ പോവുകയൊക്കെ ആണെങ്കിൽ പോകെ നമ്മുടെ എനർജി ഡൗൺ ആകും. അപ്പം അങ്ങനെ വരുമ്പോൾ എക്സോസ്റ്റഡ് ആവാറുണ്ട്. അതല്ലാതെ ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു മടുപ്പ് വീണ്ടും അങ്ങനെയുള്ള ഇതിലേക്ക് തന്നെ വരുമ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ സീൻ എന്തോ ജയ് ഭീമിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെയും കുറച്ചുകൂടി സ്ലോ ആയിരുന്നു ഷൂട്ട്. ഇപ്പം നമ്മൾ മലയാളത്തിൽ കുറച്ചുകൂടി നമ്മൾ ഫാസ്റ്റ് ആണ് നമ്മുടെ ഷൂട്ടൊക്കെ. ഇപ്പം ഒരു ദിവസം ഒരു സീൻ എന്നുള്ളതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും നമുക്കൊരു 2 അല്ലെങ്കിൽ 3 സീൻസ് എങ്കിലും ഒക്കെ നമ്മൾ ഡെയിലി പ്ലാൻ ചെയ്ത് പോകുന്നവരാണ്, ഷെഡ്യൂൾ ചെയ്ത്. പക്ഷേ തമിഴിൽ എനിക്ക് തോന്നുന്നു ജയ് ഭീമിന് അങ്ങനെയായിരുന്നു. ഒരു സീൻ, അതും എനിക്ക് ഇനിയിപ്പോൾ അത് അത്രത്തോളം അത് ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെ ഒരു സീൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചില സീൻസ് നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ അന്ന് ആ ഒരു സീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അതിന് വേണ്ടി വരിക, ആ സീൻ ചെയ്യുന്ന സമയം മുഴുവൻ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടയറിങ് ആയിട്ടുണ്ട്. അത് ഏത് സീനായിരുന്നു, പർട്ടിക്കുലർ സീൻ? എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കുട്ടിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. അപ്പം ഞാൻ ഓടുമ്പോഴേക്കും ബസ് വരുന്നു, വീഴുന്നു, കരയുന്നു, അങ്ങനെ ഒരു സീനുണ്ട്. അന്ന് ആ ഒരു സീൻ മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതൊരു ട്രെയിനിങ്ങും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ത്രൂ ഔട്ട് ഒരു ട്രെയിനർ വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ്ങും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതും കുറച്ച് ഡിഫറെൻറ്റാണ്. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് മാത്രം ആ ഒരു സീനിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു മെത്തേഡ് ആക്ടിങ് ഇതാണ്. അപ്പോൾ അങ്ങനെ അന്നത് പെർഫോം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഉച്ചയൊക്കെ കഴിയാറായപ്പോഴേക്കും തന്നെ ഞാൻ വല്ലാണ്ട് ഭയങ്കര നമ്മുടെ എനർജിയൊക്കെ അങ്ങനെ ഡ്രെയിൻഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉന്മാദം എനിക്ക് തോന്നുന്നു ലിജോ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ തോന്നുന്നല്ലേ അനിയത്തിപ്രാവ് റിലീസാവുന്ന ചാക്കോച്ചന്റെ 3ാം ക്ലാസ്സിൽ നിറം അനിയത്തിയുടെ ക്രഷാണെന്നൊക്കെ. അപ്പൊ ആ ചാക്കോച്ചൻ ഇപ്പോ നായകനായിട്ട് ഒപ്പം അഭിനയിക്കുകയാണ്. അത് അനിയത്തി അറിഞ്ഞാണല്ലോ ആദ്യം തന്നെ ഇങ്ങനെ ഒരു കഥ വന്നു, അതിൽ ചാക്കോച്ചനാണ് അതിൽ മെയിൻ ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞതേ ഞാൻ എൻ്റെ അനിയത്തിയാണ് വിളിച്ചു പറഞ്ഞത്, ഞാനിങ്ങനെ ചാക്കോച്ചൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവാണ്. അപ്പോഴേ അനിയത്തി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് എന്തായാലും ഒരു ദിവസം കാണണം, ഞാൻ സെറ്റിൽ വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സെറ്റിൽ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് മീറ്റ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ഹാപ്പി. ഇപ്പോഴും ക്രഷാണോ ഇപ്പൊ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെ, എനിക്ക് മലയാളത്തിൽ അതും എനിക്ക് ഓർമ്മയുണ്ട്. നിറമാണ് ഞാൻ ചാക്കോച്ചന്റെ തിയേറ്റർ, ഞാൻ അനിയത്തിപ്രാവ് തിയേറ്ററിൽ കണ്ട സിനിമയല്ല, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടത്. അപ്പം നിറമാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട സിനിമ. അന്ന് ഞാൻ 3-ലോ അനിയത്തി 1-ലോ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷെ ക്രഷ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നിറം കണ്ടതിന് ശേഷം ചാക്കോച്ചന്റെ വലിയ ഫാനാണ്. എപ്പോഴും പറയായിരുന്നു ആ കാലം തൊട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്നത് പറഞ്ഞത്. അവരും വന്ന ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ എന്ത് ക്രഷ് ഉണ്ടാവാനാന്ന് ചോദിച്ചപ്പോ ഞാൻ അതാ പറഞ്ഞത്, 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എന്റെ അനിയത്തിക്കുണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വീട്ടമ്മ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് കണ്ടപ്പോൾ. മാത്രമല്ല ഒരു ചില പ്രേതത്തിന്റെ എലിമെന്റ് ഒക്കെ എനിക്ക് തോന്നി.
ഇപ്പോൾ ജേർണലിസം ഒക്കെ പഠിച്ചാണല്ലോ, കുറച്ച് നാൾ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഹൊറർ, അങ്ങനെ എനിക്ക് ഈ ജോണറിലുള്ള സിനിമകൾ കാണാനും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വളരെ പേടിയുമാണ്. പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ല ഈ പറഞ്ഞ പോലെ ഒരു അങ്ങനെ ഒരു എനർജിയെ നമ്മൾ എന്തെങ്കിലും മീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കഥകൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു കൗതുകം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചനും പറഞ്ഞല്ലോ, നമ്മളൊക്കെ ചോക്ലേറ്റ് ഹീറോ, നമുക്കൊക്കെ ഒരു ക്രഷ്, ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടായിരുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ അത് നമുക്ക് കാണുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള റോള്, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത്, ചാക്കോച്ചൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഒരു വലിയൊരു ടേക്ക് അവേ എന്തായിരുന്നു? ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം വെച്ചിട്ട് പറയാനാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും നമ്മൾ കണ്ട് വളർന്ന ആളാണ് ചാക്കോച്ചൻ. അപ്പൊ ആ കാലത്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിൽ നിന്ന് വന്ന് പിന്നെ അതിനൊരു വേറൊരു തരം സിനിമകൾ ചെയ്ത് ഒരു തിരിച്ചുവരവിന് ശേഷം ചെയ്തതെല്ലാം വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റോൾസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമകൾ, അത് ഇപ്പോൾ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ സിനിമകൾ വിജയമോ പരാജയമോ, പക്ഷേ ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ആ പെർഫോമൻസുകളെല്ലാം എല്ലാവരും എടുത്തു പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ ചാക്കോച്ചനെ മീറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രോസസ്സ് ഏതാണ്ട് ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ഹോംവർക്ക് ഉണ്ടാവും, പക്ഷെ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സീനിന് പ്രിപ്പയർഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ ഇരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ആ ഒരു ആക്ഷൻ പറയുന്നതിന് മുമ്പ് വരെയും അവിടെ ചാക്കോച്ചൻ തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു സീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ആ ഒരു ചേഞ്ച്, ആ ഒരു ഷിഫ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കത് എൻ്റെ ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് ഞാനും. അങ്ങനെയാണ്, ഒരു സീൻ മനസ്സിലാക്കി വെക്കും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്ററുമായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറുമായിട്ടോ ഡിസ്കസ് ചെയ്യും. അത് അവിടെയും ചാക്കോച്ചൻ്റെ ഒരു ഭാഗത്തും അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഈ പറയുന്ന നമ്മൾ ആ ഒരു സ്പേസിൽ നിന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അവരുടെ പെർഫോമൻസുകളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ആ ഒരു മൊമെന്റിൽ. അപ്പോൾ അതിലാണ് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഓക്കെ ഇതിങ്ങനെ പെർഫോം ചെയ്യാന്ന് മനസ്സിൽ വെച്ച് പോയാൽ അത് വരില്ല. കാരണം ആ മൊമെന്റിൽ എന്താ നടക്കാന്ന് എനിക്കും അറിയില്ല. അപ്പൊ അത് തന്നെയാണ് ചാക്കോച്ചൻ്റെയും പ്രോസസ്സ്. പിന്നെ എനിക്ക് തോന്നുന്നു ചില സീൻസ് ചെയ്യുന്ന സമയത്ത് മാത്രം ചാക്കോച്ചൻ കട്ട് പറഞ്ഞാലും 1-2 സെക്കൻഡ്സും കൂടി ആ ഒരു ക്യാരക്ടർ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ മാത്രം. അപ്പൊ എനിക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കട്ട് പറഞ്ഞാൽ അപ്പൊ ഞാൻ മാറി ഓക്കെ അതിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ചാക്കോച്ചൻ ചില സമയങ്ങളിൽ മാത്രം അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരവും കട്ടപ്പനയിലെ ഹൃതിക് റോഷനൊക്കെ ചെയ്തപ്പോൾ പറയുന്നത് ചെയ്യുക എന്നുള്ളൊരു അതാണല്ലോ. പക്ഷെ നമ്മൾ പോകെ ഈ സിനിമയിൽ എക്സ്പീരിയൻസ് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഈ സ്പോണ്ടനിറ്റി ആയി മാറും. അങ്ങനെയാണോ? പിന്നെ നമുക്ക് പറയുന്നത് ചെയ്ത് അങ്ങനെ പോവാൻ അതിനെക്കാട്ടി നമ്മൾ നാച്ചുറലായിട്ട് ആ സ്പോണ്ടനിറ്റി ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? എനിക്ക് ആദ്യത്തെ കാലത്തൊന്നും അഭിനയം എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ എനിക്ക് ദിലീഷ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ, നീ അഭിനയിക്കണ്ട, ആ ഒരു സിറ്റുവേഷനിൽ നീ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നീ അതിനോട് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക, അതാണ് അഭിനയം. അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് ദിലീഷ് ഏട്ടൻ പറഞ്ഞു തന്നെ. അപ്പോൾ അതെല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയലോഗ് എന്തുകൊണ്ടായിരിക്കും, അവൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് ഞാൻ അത് ആലോചിക്കാറുണ്ട്. ഓക്കെ ഈ മൊമെൻറ്റിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പം അവൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടായിരിക്കും കരയുന്നത്, ഇമോഷണൽ ആവുന്നത് എന്നുള്ള അതിനൊരു റീസൺ ഉണ്ടാവും അവൾക്ക്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ബാക്കിയൊക്കെ ആ ഒരു മൊമെന്റിൽ പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോ ആക്ടേഴ്സിന്റെ പെർഫോമൻസുകൾ നമ്മളെ ഒരുപാട് അത് അവർ നന്നായി ചെയ്താൽ നമുക്കും അതുപോലെ തന്നെ അത് തിരിച്ച് നമുക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ചിലപ്പം തീർച്ചയായിട്ടും പിന്നെ കോൺഫിഡൻസ് ഇപ്പം ഞാൻ ഒരു മഹേഷിൻ്റെ പ്രതികാരം ചെയ്യുന്ന സമയത്തെ ഒരു കോൺഫിഡൻസ് അല്ല എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് ഒക്കെ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ എനിക്കിതുവരെ ഉള്ളതിലൊരു വലിയ മാറ്റം തോന്നിയിട്ടുള്ളത് ഇതൊക്കെയാണ്.
ഇപ്പോൾ ഷാഹി കബീറിൻ്റെ സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് വരെയാണ്. അപ്പോൾ നമ്മളൊന്നും വിശ്വസിക്കുന്ന പ്രേതമില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ പ്രേതത്തിൻ്റെ എലമെൻ്റൊക്കെ ഈ സിനിമയിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, മാത്രമല്ല റിയൽ ലൈഫ് എക്സ്പീരിയൻസും ആണെന്ന് പറയുമ്പോൾ സംഭവം ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. കാരണം സിനിമ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ സംഭവം ഞാൻ ഉണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ഉൾഭയം നമുക്കുണ്ട്. എനിക്ക് ഷാഹിക്കയുടെ എല്ലാ സിനിമകളിലും ഷാഹിക്കയുടെ എന്തെങ്കിലുമൊക്കെ എലമെന്റ്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഷാഹിക്കയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളിൽ നിന്ന് എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ എല്ലാ സിനിമകളിലും ഉണ്ടാവാറുണ്ട്. ഈ സിനിമയിലും ഈ പറയുന്ന ഷെല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ, ഇപ്പോൾ ചാക്കോച്ചൻ ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്ട് ഷാഹിക്കയാണെന്ന് പറയാം. പക്ഷെ ഇതിൽ ഈ സിനിമ മൊത്തത്തിൽ നമ്മൾ റിയൽ ലൈഫ് ഇൻസിഡൻസ് മാത്രം എടുത്തിട്ടെന്നല്ല പറയുന്നത്. അതിൽ തീർച്ചയായിട്ടും സിനിമാറ്റിക് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു എലമെന്റ് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അതും ഷാഹിക്കയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് നമ്മൾ അങ്ങനെയില്ല. ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ആയാലും ഷാഹിക്കയ്ക്ക് വളരെ അടുത്തറിയുന്ന ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഒക്കെ ക്യാരക്ടർ ട്രൈറ്റ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ എലമെന്റ്സ് ഉള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെ ചില ക്യാരക്ടേഴ്സ് അവരുടെ ഓരോ ചില എലമെന്റ്സ് ഒക്കെ ഈ പറയുന്ന ഷാഹിക്കയുടെ റിയൽ ലൈഫ് ഒന്ന് എടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് സിനിമ മൊത്തത്തിൽ നമ്മൾ അങ്ങനെയെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും സിനിമാറ്റിക് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഈ കോ ആക്ടറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ നടന്ന സംഭവം അതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഈ ബിജു മേനോൻ ആക്ടറിനെ കുറിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു നോട്ടത്തിലൂടെ മാസ് ഉണ്ടാക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീൻ മൊത്തത്തിൽ പുള്ളിക്കാരൻ മാറ്റികളയും ഒരു നോട്ടത്തിലൂടെയും ചലനത്തിലൂടെയും. ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് ആ ഒരു വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് ഈ നടന്ന സംഭവത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ, പർട്ടിക്കുലർ മൊമെന്റ് അങ്ങനെ ഓർമ്മയിലേക്ക് വന്നായിരുന്നോ? അങ്ങനെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എന്നല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് എനിക്കൊരു അവാർഡ്. ചില സിനിമകളല്ല ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ആളുകൾ പറയൂ അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുമൊക്കെ അങ്ങനെയുണ്ടോ, അങ്ങനെ ഒന്നും എനിക്ക് ഈ ഒരു സിനിമയിൽ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഞാൻ അധികമായിട്ട് ചെയ്തു എന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഓക്കെ ആ സിനിമയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നാലോചിച്ചു എന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നു അതിലൊരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായത് അതിലൊരു പോർഷനിൽ ഇങ്ങനെ ലാലു അലക്സ് ചേട്ടനോട് ഞാൻ ഒരു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഞാൻ ആലോചിച്ചത്. കാരണം അത് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഞാൻ ആ ഒരു സീക്വൻസ് ആലോചിച്ചിട്ടുണ്ടാവും. അതല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ മൊത്തത്തിൽ സിനിമയിൽ എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജയ് ഭീമിന് ഒരു നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പ്രേക്ഷകർ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം അത്രമാത്രം ഒരു ഹെവി പെർഫോമൻസ് ആയിരുന്നല്ലോ. നമ്മളെല്ലാവരും അത് എക്സ്പെക്ട് ചെയ്തു ജയ് ഭീമിന്. അങ്ങനെ ഒരു കാരണം അത് അഭിനയിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റെക്കഗ്നീഷനും അക്സെപ്റ്റൻസ് കിട്ടപ്പോൾ ലിജോയും അത് പ്രതീക്ഷിച്ചിരിക്കില്ലേ? നമ്മളോട് പറഞ്ഞിരുന്നു, അതായത് പെർഫോമൻസിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും നമുക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ആ ഒരു ടീമിൽ നിന്ന് തന്നെ ആളുകൾ പറയുമ്പോൾ നമുക്ക് ഓക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പക്ഷേ നാഷണൽ അവാർഡിൻ്റെ കാര്യം ടീമിൽ നിന്ന് തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു, ഇല്ല നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് നമ്മളെ പരിഗണിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് പ്രതീക്ഷിക്കണ്ടെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഫൈനൽ റൗണ്ട് വരെ ഉണ്ട്, പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ പറഞ്ഞ അങ്ങനെ വാർത്തകളൊക്കെ വരുമ്പം ഞാൻ ആലോചിച്ചു ഇനി എങ്ങാനും ഉണ്ടാവുക. പക്ഷെ എന്നാലും അവർ വീണ്ടും മെസ്സേജ് ചെയ്യുമോ അല്ലെങ്കിൽ എനിക്കൊന്ന് ജ്ഞാനവേൽ സാറൊക്കെ പറയുന്നുണ്ടാവുന്നു, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചാൽ ഡിസപ്പോയിൻറ്റഡ് ആകും, അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ടാന്ന് ഓൾറെഡി നമ്മളോട് ഇൻഫോം ചെയ്തിരുന്നു. അതുകൊണ്ട് അത് ഇത്ര വലിയൊരു വിഷമം ഒന്നും ആയില്ല. ഇപ്പൊ പൊന്മാലിലെ ക്യാരക്ടറും സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടപ്പോൾ ഒരു അവാർഡ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയായിരുന്നു. സ്റ്റെഫി, എനിക്കതിനകത്ത് സ്റ്റെഫിയുടെയും PP അജേഷിൻ്റെയും അവരുടെ ഒരു കെമിസ്ട്രി, എല്ലാവരും പറയുന്നത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അവർക്കിടയിൽ ഒരു പ്രണയം വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രണയം എന്നതിനേക്കാൾ ഉപരി അവർക്കിടയിൽ ഒരു എമ്പതി വന്നു എന്നാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എമ്പതി തോന്നി എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയാണോ? അത് നമ്മൾ ശരിക്കും ആളുകൾക്ക് എന്താണോ ആ ഒരു ആളുകൾക്ക് അതിനെ എങ്ങനെ സങ്കല്പിക്കാനാണോ താല്പര്യം അങ്ങനെ എന്നുള്ള രീതിക്കാണ് നമ്മൾ അതിനെ ഒരു ഓപ്പൺ എൻഡിലാണ് നിർത്തിയിരിക്കുന്നത്. നമ്മളവർ
കല്യാണം കഴിച്ചു എന്ന് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് അങ്ങനെ ഒന്നും എവിടെയും പറയുന്നില്ല. അതിൽ അജേഷ് പറയുന്നത് നിനക്ക് നീ അങ്ങോട്ടാണെങ്കിൽ ഞാനും നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാന്നുള്ള രീതിക്കുള്ള സംസാരമേ ഉള്ളൂ. അപ്പോൾ അതിനെ എനിക്ക് തോന്നുന്നു നോവലിലുള്ളത് ഇവർ കല്യാണം കഴിച്ചു എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അങ്ങനെ വേണ്ട, അത് ആളുകൾക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനാണോ ഇഷ്ടം അതങ്ങനെ ഇരിക്കട്ടെ, അതാണ് അതിൻ്റെ ഭംഗി എന്നുള്ളത് കൊണ്ട് അതിനെ അങ്ങനെ വിട്ടതാണ്. അപ്പം ഞങ്ങൾക്ക് പെർഫോം ചെയ്യുമ്പോഴും എനിക്കും പേടിയത്, അതായത് ഒരു പ്രണയമുണ്ട് എന്നുള്ളത് തോന്നരുത്, പക്ഷെ എന്തോ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നു എന്നുള്ളത് തോന്നാം. അതിനപ്പുറത്തേക്ക് ഒരു നോട്ടത്തിലോ എന്തെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു പ്രണയം ഫീൽ ചെയ്യരുതെന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു അതായത് അങ്ങനത്തെ സീൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അജേഷിന് കുത്ത് കിട്ടി കഴിഞ്ഞിട്ട് സ്റ്റെഫി കാണാൻ പോകുന്നുണ്ട്. സ്റ്റെഫി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അജേഷ് വരുന്നു, അപ്പോൾ ഇങ്ങനെ നിന്റെ മേത്ത് മണ്ണ് വീഴാതെ നോക്കണം എന്ന് പറയുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഏറ്റവും പേടിയത്, അതായത് ഒരു ചിരി പോലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രണയം എന്നുള്ളത് അങ്ങനെ വരും. അപ്പം അങ്ങനെ വരാതെ പെർഫോം ചെയ്യാന്നുള്ളത് അങ്ങനെ വരരുത് എന്ന് മനസ്സിൽ അങ്ങനെ വിചാരിച്ചാണ് അത് പെർഫോം ചെയ്തത്. പിന്നെ അതേപോലെ ഈ എല്ലാം കഴിഞ്ഞ് അജേഷ് തിരിച്ച് ഈ പള്ളിയിൽ അവിടേക്ക് വരുമ്പോൾ ഇവള് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു സമയം, ഈ പറയുന്ന ലാസ്റ്റത്തെ ആ ഒരു തോണിയിലുള്ള ഒരു യാത്ര, അതുപോലും അവിടെ പോലും പ്രണയം എന്നുള്ളത് നമ്മൾ അങ്ങനെ എവിഡന്റ് ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വേണ്ട എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടത് ആളുകൾക്ക് അതിനെ എങ്ങനെ, ചിലർക്ക് അവർ ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയേക്കാം, ചിലർക്ക് വേണ്ട, കാരണം എന്ത് പറഞ്ഞാലും അവള് മറ്റേ സ്വർണം പറ്റിച്ചതാണ് എന്നുള്ള സാധനം. അപ്പൊ പലരും അതിനെ പല രീതിക്ക് എടുക്കാം. അപ്പൊ അതിനെ അങ്ങനെ തന്നെ വിടാന്നുള്ളതായിരുന്നു തീരുമാനം. ബേസിലിനൊപ്പം എങ്ങനെയായിരുന്നു? കാരണം ഇതേ ഒരു ഇത് വെല്ലുവിളി ബേസിലിനും കാണുമല്ലോ. ബേസിലിനും ഇതുപോലെ പ്രണയം തോന്നിക്കരുത്, എന്നാൽ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണമല്ലോ ബേസിലിന്റെയും ഇമോഷൻ. അപ്പോൾ ബേസിൽ അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തതെന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ബേസില് ഇപ്പൊ ഞാന് ബേസിലിനെ കണ്ടിരിക്കുന്ന ഇന്റർവ്യൂസിലൊക്കെ ആയാലും ഭയങ്കര വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലൗഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ബേസിക് നേച്ചർ അതാ. അപ്പം സെറ്റിൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടാണോ എന്തോ കുറച്ച് സട്ടിലായിട്ട് അങ്ങനെയായിരുന്നു. അതായത് സെറ്റിൽ എനിക്ക് അങ്ങനെ ഒരു ഈ നമ്മൾ ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്ന ബേസിലിൻ്റെ ഒരു ഫൺ എലമെന്റ്സ് ഒന്നും ഞാൻ സെറ്റിൽ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള സീക്വൻസുകളെല്ലാം ഈ പറഞ്ഞ പോലെ അവിടെ എവിടെയും ഈ പറഞ്ഞ ചിരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ആ ക്യാരക്ടറിലെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഒരു സീൻ നന്നാക്കാനാണെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ഒരു തോണി യാത്രയുടെ ഒരു ലാസ്റ്റത്തെ അത് എടുക്കുന്നത് വെളുപ്പിനെയാണ്. അപ്പൊ 2 ദിവസമായിട്ടാണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെളുപ്പിനെ മറ്റേ ലൈറ്റ് വരുന്നതിന് മുമ്പ് 3 മണി 4 മണി എനിക്കൊന്ന് 5 മണി ആ സമയത്ത്, അത് വളരെ ഷോർട്ട് ടൈമേ കിട്ടുള്ളൂ, അപ്പോഴേക്കും സൂര്യൻ പോവും. അപ്പൊ അതിന് മുമ്പ് അത് ഷൂട്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി വെളുപ്പിന് ഓടി റെഡി ആയി പോയിരിക്കണം, വള്ളത്തിൽ കയറുന്നു പോകുന്നു. അത് 2 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു തലേന്ന് ഷൂട്ട് ചെയ്തതിൽ എന്തോ ഒന്നില് എൻ്റെ ഒരു ചിരിയിൽ ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന് തോന്നി അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ അത് ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്തു, പിന്നെ ലൈറ്റ് വന്നു, നമ്മൾ പോയി. നെക്സ്റ്റ് ഡേ വന്നപ്പോൾ വീണ്ടും നമ്മളത് ഒന്നുകൂടെ എടുക്കാം, മൊത്തത്തിൽ അതൊന്നുകൂടെ പോവാണ് ആ കണ്ടിന്യൂറ്റിക്ക്. അപ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ബേസിലെന്ന് പറഞ്ഞു ഇപ്രാവശ്യം പല്ല് കാണിക്കാതെ ഒന്ന് ചിരിച്ചു നോക്കുക, അത്രയും ഓപ്പൺ ആവാണ്ട് ചിരിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് ചെയ്തു. അപ്പം ഞാൻ ബേസിലിൻ്റെ പെർഫോമൻസുകൾ കണ്ടതിൽ എനിക്ക് സെറ്റിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനിങ്ങനെ ബേസിലിനെ കണ്ടോണ്ടിരിക്കുകയാണ് ഈ അജേഷായിട്ട്. എനിക്കിവിടെ ബേസിലായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻസിലൊക്കെ ഞാൻ അജേഷായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് എത്ര നല്ലൊരു ആക്ടറാണ്, എത്ര നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരിത് ഞാനിങ്ങനെ. അപ്പം എന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ വന്നിട്ടാണെങ്കിലും ഞാൻ പറയുന്നുണ്ട് എനിക്കിതിൽ എല്ലാവരും അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ബേസിലിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആണ് അജേഷ് എന്ന് പറഞ്ഞത്. അപ്പം ഞാനും വീട്ടിൽ വന്നിട്ട് പറയുന്നത് എനിക്ക് ഇതിൽ ബേസിൽ എനിക്ക് പെർഫോം ചെയ്തിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതേ കാര്യങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആളുകൾ പറയുന്ന അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവരുടെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ആയാലും അതൊക്കെ കുറേ ബുദ്ധിമുട്ടി ചെളി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ബേസിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ബേസിലിന്റെ ക്യാരക്ടറിനെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി കുറച്ചൊന്ന് അതിനെ ഒരു ടോൺ ഡൗൺ ചെയ്താണ് സെറ്റിലും ഉണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു സീരിയസ് ആയിരുന്നു.
ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ വെളുപ്പിനുള്ള ഷൂട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ ഈ സീൻ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കാനായിട്ട് അസോസിയേറ്റ് ഡയറക്ടേഴ്സും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഇമോഷണൽ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ആക്ടേഴ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തലേ ദിവസത്തെ ആ ഒരു ഇമോഷണൽ വെയിറ്റേജ് ഉള്ള സീൻ ചെയ്യുന്നു, അതിൻ്റെ ബാക്കിയായിട്ട് വെളുപ്പിന് അതിൻ്റെ ബാക്കി ചെയ്യുന്നു. അപ്പോൾ ഈ ഇമോഷണൽ കണ്ടിന്യൂറ്റി അതെങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്? അതിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നി, ഇപ്പം ഞാനും ഇപ്പോൾ പൊന്മാനിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു സീൻ അങ്ങനെ പല ദിവസങ്ങളായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യേണ്ട വന്നിട്ടില്ല. പൊന്മാനിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് കാരണമാണ്. പിന്നെ ഇതിൽ തന്നെ ഒരു സീൻ ഞാനിപ്പോൾ പറഞ്ഞു, ഞാനും മരിയാനോയും, അതായത് അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിട്ട് എൻ്റെ മറ്റേ അമ്മായിയുടെ എന്നൊക്കെ പറഞ്ഞൊരു അവൻ ഇപ്പം മരിയാനോ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അവൻ ആരാന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതും ഇതേപോലെ ഈവനിങ് ലൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ അതും ഞങ്ങൾ ഈ പറഞ്ഞ ആ ഒരു സമയത്ത് മാത്രം ഞങ്ങൾ റെഡിയായി പോയി ഷൂട്ട്. അത് വൈകുന്നേരമാണോ? അത് വൈകുന്നേരം, മറ്റേത് വെളുപ്പിന് രാവിലെയാണ്. അപ്പോൾ ആ ഈവനിങ് സൺ ആ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടി അതെനിക്ക് 3-4 ദിവസം പോയി. 3-4 ദിവസം കൊണ്ടാണ് ഞങ്ങൾ, കാരണം അത് കുറച്ച് നേരം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴേക്കും ലൈറ്റ് പോകും. അങ്ങനെ ഒരു 3-4 ദിവസം എടുത്താണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, തലേന്ന് എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കാണും. ഈ ഒരു സീനിന് മുമ്പ്, പെർഫോം ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അത് ബെറ്ററാണ്. ഇല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ തലേന്ന് എന്താ ചെയ്തതെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് വെച്ചിട്ട് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഒരു നമ്മളുടെ ഒരു ആണല്ലേ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിലത് എങ്ങനെയാണെന്ന് അതൊരു ഒരു അങ്ങനെ ഒരു ആ സമയത്ത് വരുന്നതാണ് ഇല്ല. അതുകൊണ്ട് എനിക്കത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയില്ല. ഇപ്പൊ ഹണി ബി 2.5 എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ, ലിജോയുടെ റോള് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നൊരു ക്യാരക്ടറാണ്. ഹണി ബി 2.5 ഏറ്റവും വലിയൊരു ഹൈ ഫാക്ടർ എന്ന് പറയുന്നതിനകത്ത് ഭാവനയുടെ പ്രസൻസ് ആണ്. ഭാവന ഈസ് സച്ച് എ സ്ട്രോങ് വുമൺ. അപ്പോൾ അതുപോലത്തെ ഒരു ആക്ട്രസിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എന്താണ് ഭാവനയിൽ നിന്നുള്ളൊരു ടേക്ക് അവേ എന്താണ്? എനിക്ക് അവരുടെ കോൺഫിഡൻസ്, ഭാവന, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച സിനിമ കിട്ടിയതിൻ്റെ ചെയ്യുന്നതിൻ്റെ ആവാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ പറയുന്ന ഇതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ അങ്ങനെ വന്നതിൻ്റെ ആവാം. ആ ഒരു കോൺഫിഡൻസ് എനിക്ക്, അത്രയും കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ പോലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, ഒരു സെറ്റിലായാലും നമുക്കൊരു ഓറ ഉണ്ടാവുക എന്ന് പറയില്ലേ, അപ്പം അതൊരു വലിയ കാര്യം. ഞാൻ ഏത് സെറ്റിൽ ചെന്നാലും ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാനൊരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ആളുകളോട് അധികം സംസാരിക്കാൻ, അത് ചിലപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം കൂടി ആവാം. പക്ഷെ അത് ചിലവരുടെ പ്രകൃതി. അപ്പം അതെ, എൻ്റെ ഒരു ബേസിക് നേച്ചർ അതാണ്. അപ്പോൾ ഞാൻ ഭാവനയിൽ കണ്ടിട്ടുള്ളത്, അവര് വരുമ്പോ തന്നെ അവിടെ ഒരു അതുണ്ട്. അപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആണ്, പെർഫോം ചെയ്യാനായിക്കോട്ടെ, ആളുകളുടെ അടുത്ത് സംസാരിക്കാനായിക്കോട്ടെ. അത് ഞാൻ കണ്ടിട്ട് അതായത് എത്ര ഭംഗിയായിട്ടാണ് അവരെ അങ്ങനെ ക്യാരി ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ, ഈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് വായിക്കുന്നൊക്കെ ഒരാള്, ജേർണലിസം ഒക്കെ പഠിച്ചല്ലേ, മാത്രമല്ല പ്രിന്റ് ജേർണലിസം ആയിരുന്നു ആഗ്രഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായി എന്തെങ്കിലും ഒരു പ്ലോട്ട് ആലോചിക്കുക, സിനിമയ്ക്കുള്ള ഒരു പ്ലോട്ട് ആലോചിക്കുക, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നാറുണ്ടോ? അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ എനിക്ക് വായന ഭയങ്കര മോശമാണ്. മുമ്പ് വായിക്കുമായിരുന്നു, ഇപ്പൊ ഇല്ല, വളരെ കുറവാണ്. ഞാൻ അങ്ങനെ ഒരു പ്ലോട്ട് ആലോചിച്ച് അങ്ങനെ എഴുതാൻ എനിക്ക് പറ്റുമോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഒരു സ്റ്റോറി ടെല്ലിങ് അങ്ങനെയാണോ? ഇപ്പം ചില സീൻസോ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ചില സമയത്ത് സിനിമയാണ്, അപ്പം ഒരു പ്രൊജക്റ്റ് ഓൺ ആയിരിക്കും, അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക. ഇൻ ദ സെൻസ് ചില സമയത്ത് അത് എഡിറ്റ് ചെയ്യുക, ട്രിം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സീനിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ തന്നെ ഒരു പ്ലോട്ട് ആലോചിച്ച് അതിനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവുണ്ടോ എന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ സമന്തയുടെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ സമന്ത ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം പുള്ളിക്കാരനൊരു വലിയൊരു ഡയറക്ടറാണല്ലോ, പുള്ളിക്കാരനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവവും എല്ലാം, ഇത് ചൂസ് ചെയ്യണോ വേണ്ടേന്നുള്ളത്. അപ്പോൾ ഒരു ഡയറക്ടറിനെ കല്യാണം കഴിച്ചതിൻ്റെ പോസിറ്റിവിറ്റി ഏറ്റവും നന്നായിട്ട് ക്രിട്ടിസൈസ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് സ്ക്രിപ്റ്റ് ഇപ്പോൾ എഴുതിയാണ്,
സിനിമ കുറച്ച് കഴിയുമ്പോൾ ഓണാവും. ഇപ്പോൾ ഹസ്ബൻഡ് എങ്ങനെയാണ് ഈ ക്യാരക്ടറൊക്കെ വരുമ്പോൾ? അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയൊരു ഗുണം, ഏറ്റവും നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അരുണാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു എന്നെ ഇങ്ങനെ 24/7 കണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ എല്ലാ മൈന്യൂട്ട് എക്സ്പ്രഷൻസും അറിയുന്ന ഒരാളാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമ റിലീസാകുമ്പോൾ, എടോ ഇത് താൻ എത്ര സിനിമ ചെയ്യുന്നതാണോ, എടോ ഇത് ഞാൻ കണ്ടു മടുത്തു, അപ്പം ഇത് മാറ്റാൻ നോക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഏതെങ്കിലും സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത് അങ്ങനെ തന്നെ പറയും, ഇത് താൻ മാറ്റി പിടിക്കാൻ നോക്കണം, ഇത് അങ്ങനെയല്ല, ഇത് റെപ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെ പറഞ്ഞ് അത് സ്ഥിരമായിട്ട് എൻ്റെ കൂടപ്പിറപ്പായിട്ടുണ്ട്. അതല്ലാതെ തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്ന സ്ക്രിപ്റ്റ്സ് എല്ലാം ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ അത് ഞാൻ ചെയ്യുന്നതോ ചെയ്യാത്തതോ, അതായത് ഞാൻ കേൾക്കുന്ന എല്ലാ കഥകളും ഞാൻ അരുണിനടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അരുൺ അഭിപ്രായം പറയുന്നുള്ളതിനപ്പുറത്തേക്ക് അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ തീരുമാനമാണ്. പക്ഷെ എല്ലാ കഥകളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അരുണാണെങ്കിലും ഇത് പുതിയൊരു തോട്ടാണല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ എനിക്ക് തോന്നുന്നു അരുൺ കുറച്ചുകൂടി സിനിമകളൊക്കെ കാണുന്ന ആളാണ് എന്നേക്കാൾ. അപ്പോൾ ആ ഒരു വിവരം, അത് വെച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അതല്ലാണ്ട് പക്ഷെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിൽ അങ്ങനെ എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ ഈ ക്യാരക്ടറിൽ ഇങ്ങനെ ഇല്ലേ, അപ്പം ഇത് ഇപ്രാവശ്യം ഒന്ന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നോക്കും, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ലെസ്ബിയൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴിൽ. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രണയത്തിനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ ബിലീഫ്സും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നായിരുന്നോ? അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. ഞാനങ്ങനെ ഒരു രണ്ടുപേര് പ്രണയിക്കുക എന്ന് പറയുമ്പോൾ ഒരാണും പെണ്ണും തമ്മിൽ മാത്രമേ പ്രണയം സാധ്യമാകൂ എന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണയൊന്നും എനിക്ക് ഇല്ല. ചിലപ്പോൾ നമ്മൾ കുറേ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടോ അങ്ങനെ വായനയുടെ ഒക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ എനിക്കിങ്ങനെ അടുത്തറിയുന്ന ആളുകൾ, ലെസ്ബിയൻസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയേണ്ടതില്ല. കാരണം നമ്മുടെ നാട്ടിൽ അവർക്ക് അങ്ങനെ പുറത്തേക്ക് വരാനും പേടിയാണ്, അങ്ങനെ പുറത്ത് വന്നിട്ടുള്ളവർ കുറവാണ്. അപ്പം അതെങ്ങനെയായിരിക്കണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നെ അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു തരാൻ. അതല്ലാണ്ട് എനിക്കങ്ങനെ ഒരു ജെൻഡറിന് അപ്പുറത്തേക്കാണ് ഈ പറയുന്ന നമുക്ക് തോന്നുന്ന ഒരു വികാരങ്ങൾ, അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ജെൻഡർ ബയസ്ഡ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രണയമാണ് അത് അങ്ങനെ അത് രണ്ടു പേരിഷ്ടപ്പെടുന്നു, അതിനെനിക്ക് അങ്ങനെ ഒരു ജെൻഡർ ഒരു ബാരിയർ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പം അതിപ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ തമ്മിലുള്ളൊരു പ്രണയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ലവിൽ അതിൽ ഡിഫറൻസ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ആ ഒരു പ്രണയം എന്ന് പറയുന്ന വികാരത്തിന് വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ഈ ഒരു സിനിമ ചെയ്തതുകൊണ്ട്. പക്ഷെ അതല്ലാണ്ട് വേറെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് അങ്ങനെയൊന്നും. ഞാൻ ചോദിച്ചു, ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടോ, കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞിരിക്കാനുണ്ടോ, എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നൊക്കെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അതും അറിഞ്ഞിരിക്കാൻ തീർച്ചയായിട്ടും അതിന് നമുക്കൊരാളുണ്ടായിരുന്നു പറഞ്ഞു തരാൻ. അതല്ലാണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു പുരുഷനെ പ്രണയിക്കുന്നത്, ഇപ്പം ഞാൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അമ്മയോട് പറയുന്നതൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഇത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്. അപ്പം അത് നമ്മുടെ കയ്യിലല്ലല്ലോ. ഞാനൊരു പുരുഷനെ ഇഷ്ടപ്പെടണോ സ്ത്രീയെ ഇഷ്ടപ്പെടണോ എന്നുള്ളത് എൻ്റെ കയ്യിലല്ല ശരിക്കും. കാരണം അതങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് എന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാനൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എന്ന് നമ്മളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അത് അങ്ങനെയാണ്, അത് നാച്ചുറലി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒന്നുമില്ല, ഞാനൊരു പുരുഷനെ ഇഷ്ടപ്പെടും. ഞാൻ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഈ കുട്ടിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അത് ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ അത് അവിടെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ആ കുട്ടിയെ ബാക്കി ഞാനിപ്പം ഒരു റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ബാക്കി ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന പോലെ തന്നെ ബാക്കി സിനിമകളിൽ ഞാൻ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയുള്ളൂ. അതിൽ വേറെ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല. പലപ്പോഴും ഈ സൊസൈറ്റിയുടെ വാലിഡേഷൻ ഒരു ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിയുടെ വാലിഡേഷന് നമുക്ക് ചെവി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലേ? അതാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ. ഈ സൊസൈറ്റിയുടെ വാലിഡേഷന് നമ്മൾ അറിയാതെ അങ്ങ്
തലവെച്ചു പോവുകയാണ്. പേടിയാണ്. അതെ, എന്ത് പറയും ആളുകൾ. എപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊക്കെ ചെറിയ പ്രായം തൊട്ടേ വളരുന്നത് അങ്ങനെയാണ്. അയ്യോ ആളുകൾ എന്ത് പറയും, എന്ത് ചിന്തിക്കും. ഇപ്പം നമ്മളിപ്പം അമ്മമാരൊക്കെ ആണെങ്കിലും അപ്പുറത്തുള്ളവരൊക്കെ എന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞ അത് കേട്ടാണ് നമ്മൾ വളരുന്നത്. അത് ഇപ്പോഴും എനിക്കിപ്പോഴും ഉണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, അത് തകരുമോ എന്നുള്ള പേടിയാണ് ആളുകൾക്കെന്ന് തോന്നുന്നത്. അപ്പൊ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റിയാൽ കുറെ കൂടിയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം സ്മൂത്തായിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴാണ് നമ്മൾ ഈ മനസാക്ഷിയുടെ വാലിഡേഷൻ അതിന് ചെവി കൊടുക്കുന്ന ഒരു പോയിന്റ് നമ്മുടെ ലൈഫിൽ വരുമല്ലോ, അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തുന്നത്. എപ്പോഴാണ് ആ ഒരു മൊമെന്റ്, എപ്പോഴാണ് തോന്നിയത്? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തീർച്ചയായിട്ടും ചില പോയിന്റുകളിൽ അത് എല്ലാവരും അങ്ങനെ ഒരു തീരുമാനം എടുക്കും. എന്നാലും ഇപ്പോഴും ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഞാനും ഈ പറയുന്നത് സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ സമൂഹം ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അത് എനിക്ക് ഒരാളോടുള്ളൊരു ഇഷ്ടമാവാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ എടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ ആവാം. ചിലപ്പോൾ ലൈഫിനെ കുറിച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനെ കുറിച്ചിട്ടുള്ളതാവാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ വീട്ടിൽ പറയാൻ പറ്റിയ ഒരു കാര്യമാണ്, ഞാനായിട്ടാണ് എൻ്റെ ഡിഗ്രി ചൂസ് ചെയ്തത്, ഏത് വിഷയം വേണമെന്നുള്ളത്. വീട്ടിൽ ആദ്യം ഈ പറഞ്ഞ ഞാൻ വളരെ ചെറിയ എക്സാമ്പിളായിട്ട് പറയാണ്, എൻജിനീയറിങ് അതാണല്ലോ ആ ഒരു കാലത്ത്. അപ്പം ഞാൻ ആദ്യമേ എനിക്കത് പറയാൻ പറ്റി, ഇല്ല ഞാൻ അതിന് പോവില്ല, എനിക്ക് ഇതാണ് പഠിക്കാൻ താല്പര്യം, ഞാൻ ഇതിനേ പോകുള്ളൂ. പക്ഷെ അതേ സമയത്ത് എൻ്റെ അനിയത്തിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ചിലപ്പോൾ എൻ്റെ കരുത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ടായിരിക്കാം, അനിയത്തി അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ട്. അനിയത്തിക്ക് ഇപ്പോഴും പറയാറുണ്ടത്, അനിയത്തി അത് എനിക്കിഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ 3 വർഷം പോയി എന്നിടയ്ക്ക് ഇപ്പോഴും തമാശക്കായിട്ടാണെങ്കിലും അത് മനസ്സിലുണ്ട്. പിന്നെ അതേപോലെ എനിക്കൊന്ന് ചില വസ്ത്രങ്ങളുടെ കാര്യത്തിലൊക്കെയാണ്, ഇപ്പൊ സ്ലീവ്ലെസ് ഇടുക എന്നൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു വിപ്ലവം തന്നെയാണ്. ഇപ്പം ഒരുപാട് ഇപ്പോഴത്തെ പെൺകുട്ടികളല്ല ഞാൻ പറയണത്, ഇപ്പോഴല്ല, നമ്മളുടെയൊക്കെ ആ ഒരു സമയത്ത് ഇപ്പം എൻ്റെ നാട്ടിലൊക്കെയാണെങ്കിലും സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവള് ഒരു തന്റേടിയാണ്. അത് തന്നെ അതാണ് ആളുകളുടെ നോട്ടമാണ്. പക്ഷെ ആളുകൾക്ക് അത് ഇഷ്ടമല്ല, ആളുകൾ നോക്കുകയും ചെയ്യും പക്ഷെ ഇഷ്ടമല്ല. കാരണം അവള് മറ്റേ ധിക്കാരിയാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ലിപ്സ്റ്റിക് ഇടുന്നതായിക്കോട്ടെ. പക്ഷെ ഇപ്പൊ അതൊക്കെ വളരെ കോമൺ ആണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റി, എനിക്കിഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതൊക്കെയാണ് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പം അത് പക്ഷെ അനിയത്തിക്കാണെങ്കിലും അങ്ങനെ ഒരിക്കലും അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ഞാൻ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിങ്ങനെ തീരുമാനം എടുത്തു, അതുകൊണ്ട് ഇനി അനിയത്തി സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്തത് കൊണ്ട് ചിലപ്പോൾ അത് എൻ്റെ അനിയത്തിക്ക് കുറച്ചുകൂടി ഈസി ആയേക്കാം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്ന്, അങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ച് അതിന് പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേച്ചിയാണ് വഴി. അതെ, ചില കാര്യങ്ങളിൽ. ഇപ്പോൾ പൊന്മാൻ നടന്ന സംഭവം, ജയ് ഭീം, ഇത്തരം സിനിമകളുടെ റോളുകളെല്ലാം നമുക്കൊരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെഫി പോലുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. അത്തരം ജീവിതം നയിക്കുന്ന പെൺകുട്ടികളോട് സ്റ്റെഫിക്ക് എന്തായിരിക്കും പറയാനുള്ളത്? നമ്മൾ ശരിക്കും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങണം. അത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണോ, നമുക്ക് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എല്ലാവരും. അത് പെൺകുട്ടികളെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ആൺകുട്ടികൾക്കായാലും. പക്ഷെ അത് ജീവിതത്തിൽ അത്രയും നമുക്കാരും അങ്ങനെ പറഞ്ഞു തരില്ലായിരിക്കും. പക്ഷെ അതാണ് ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം. അത് നമ്മളിപ്പം നമുക്ക് എത്രയോ ഇപ്പം ചിലരുണ്ട് ഒരുപാട് പഠിച്ചിട്ട് പക്ഷേ കല്യാണം ഒന്നും ചെയ്യാതിരിക്കുന്നു. പക്ഷെ അവർക്കും ഞാൻ പറയണത് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വലിയ എമൗണ്ട്, ഇപ്പം ഞാൻ ഒരു ലക്ഷങ്ങൾ സമ്പാദിക്കാൻ എന്നല്ല, എന്നാലും നമ്മുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ ഒരു അവസരം ഉണ്ടാവരുത്. അവിടെയാണ് നമ്മൾ ഏറ്റവും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, അതിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നവരുണ്ടാവും. പക്ഷേ അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുള്ളൂ അത് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുമില്ല, നമുക്കൊരു മരുന്ന് വാങ്ങിക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് വാങ്ങിക്കാനോ പോലും
നമുക്ക് നമ്മൾ സമ്പാദിച്ച പൈസ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് തീർച്ചയായിട്ടും. അത് എല്ലാവരും, ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്, നമ്മൾ സമ്പാദിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാവുക, നമുക്കൊരു ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് പഠിച്ച പെൺകുട്ടികൾ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരുപാട് ഇപ്പം ഹൈ പ്രൊഫൈൽ ജോബ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. എപ്പോഴും ആരെങ്കിലും വേണം. അപ്പോൾ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ് എനിക്ക് പലപ്പോഴും ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനേക്കാൾ കൂടുതൽ വേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുണ്ടെങ്കിൽ നമുക്കൊരുവിധമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. എന്താണ് ലിജോയ്ക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നി എനിക്ക് അതും ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ആവാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തർ വളർന്നു വരുന്ന സാഹചര്യങ്ങളുടേതും കൂടിയാവാം. നമ്മൾ വളർന്നു വരുന്ന കുടുംബങ്ങളിൽ നിന്നാണല്ലോ അതുവരെ. ഇപ്പം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയണത് നമ്മൾ പഠിച്ച് നമ്മൾ കുറച്ചൊരു പ്രായം കഴിഞ്ഞിട്ട് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ ജീവിച്ചു വളരുന്ന സാഹചര്യം, കുടുംബം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നമ്മളെ ഒന്ന് എന്താ പറയുക, നമ്മളെ വളർത്തിയെടുക്കുന്ന ആ ഒരു സാഹചര്യം പലർക്കും പലതാകുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ. ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ സ്നേഹം കൊതിച്ചിട്ട് കിട്ടാത്തതായിരിക്കും. ഇപ്പം പേരൻസിന് അടുത്തുനിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ സിബ്ലിങ്സ്, അല്ലെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി, അങ്ങനെ ഗ്രാൻഡ് പേരൻസ്. അപ്പം അവരുടെ ഒന്നും ഒരു സ്നേഹം കിട്ടാത്ത ആളുകളായിരിക്കും കുറച്ചും കൂടി ഇതിനൊക്കെ കുറച്ചും കൂടി അതൊരു വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല. അത് നമ്മളായിട്ട് തിരിച്ചറിഞ്ഞ് എനിക്ക് ഞാൻ മതി, എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും വന്നാൽ കുറച്ചും കൂടി ഈസി ആവും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ കൂടെ ഒരാളും അങ്ങനെ എന്താ പറയുക, നമ്മുടെ ലൈഫ് ലോങ് നമ്മളുടെ കൂടെ ആരും ഉണ്ടാവില്ല. എല്ലാവരും പല സമയത്തും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നവരാണ്, പല സമയത്ത് വന്നു കയറുന്നവരാണ്. അപ്പം നമ്മളങ്ങനെ ഒരാളെ അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ നോക്കിയാൽ നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വന്നാൽ ബെറ്റർ ആണ്. ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ ഉണ്ടല്ലോ, ആ സിനിമ, ആ ആദ്യ സിനിമയിൽ ഇപ്പോഴാണ് അങ്ങനെ ഒരു റോള് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അതിനെ എന്തെങ്കിലും രീതിയിൽ മാറ്റി പിടിക്കുമോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഒരു രസമുള്ള ഒരു ക്യാരക്ടർ, എനിക്കൊരു കോമഡി എലമെന്റ് ഉള്ള ഒരു ക്യാരക്ടർ കൂടെയാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പിന്നെ മഹേഷിലുമാണ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം അന്ന് എന്നോട് എനിക്ക് ആദർശൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ക്യാരക്ടർ ഈ പറയുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ വീടിന് തൊട്ടടുത്തുള്ള, അപ്പം അയൽവക്കക്കാരാണ്. അപ്പം ഇവളിലേക്ക് ഒരിക്കലും ഒരു നോട്ടം പോവരുത്, കാരണം അതുകൊണ്ട് അതായത് ഇവളിലേക്ക് ഒരിക്കലും നോട്ടം പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കളറാണെങ്കിലും കുറച്ചൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ പല്ലിൽ കമ്പിയിടുക എന്നൊക്കെ വരുന്ന ഫാക്ടേഴ്സ് വരുന്നത് അവിടെ നിന്നാണ്. ഇന്നാണ് ചിലപ്പോൾ ഞാൻ അത്രയും വേണോന്ന് ഞാൻ ചിലപ്പോൾ ചോദിച്ചേനെ. അതല്ലാതെ അതിനപ്പുറത്തേക്ക്, കാരണം അങ്ങനെ ഒരു കാണാൻ ഭംഗി എന്നുള്ളതിനപ്പുറം ഒരാളുടെ ക്യാരക്ടറും കൂടി നമുക്ക് ഇംപ്രസീവായിട്ട് തോന്നിയാലാണല്ലോ, അല്ലാതെ ഒരാളോടൊരു ഇഷ്ടം തോന്നുക. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു ഫാക്ടർ, ഈ കാണാനുള്ള ഭംഗി എന്നുള്ളത് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്നാണ് ഞാൻ ചിലപ്പോൾ അത് നമുക്ക് അങ്ങനെ വേണം, എന്തെങ്കിലും ഒന്ന് കുറച്ചുകൂടെ അങ്ങനെ ഞാൻ ചോദിച്ചേനെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ലിജോ ചെയ്യുന്ന പോലത്തുള്ള ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നടിമാരുണ്ട്, ഇത്രയും ഇമോഷണൽ ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ. അതിപ്പോൾ ഒരു ആക്ടിങ്ങിൻ്റെ സ്കില്ല് മാത്രമല്ല, ഇപ്പോൾ ലിജോയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു യു ആർ സോ റിയൽ. അത് സംസാരിക്കുമ്പോഴും പെരുമാറ്റത്തിലാണെങ്കിലും ഏച്ചുകെട്ടലൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റം. നേരത്തെ ദിലീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മളങ്ങ് ഒരു കാര്യത്തിലൂടെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അതും നല്ലൊരു നടിയാവാൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ലിജോയ്ക്ക് എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ സ്കില്ല് മാത്രമല്ല, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം പലരും പലതരത്തിലുള്ള ആളുകളാണ്. ഇപ്പോൾ പല സിറ്റുവേഷൻസിലും പല തരത്തിൽ ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഹേവ് ചെയ്യപ്പെടേണ്ടി വരുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും എനിക്ക് ഞാനായിട്ടിരിക്കുക എന്നുള്ളതാണ്, അതേ എനിക്ക് പറ്റുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഏച്ചുകെട്ടലുകൾ എനിക്കത് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്താൽ അതായിരിക്കും ചിലപ്പോ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനായിട്ടിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അതെ അതെ. ഏതായാലും താങ്ക് യു ലിജോ. എനിക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ലിജോ ആയിട്ടൊന്ന് ഒരു കോൺവെർസേഷൻ. ഏതായാലും ഇപ്പോഴാണ് നമുക്കതിനുള്ളൊരു സാഹചര്യം വന്നത്. ഉന്മാദം വലിയൊരു ഹിറ്റാവട്ടെ, മാത്രമല്ല ക്യാരക്ടർ വലിയൊരു ഹിറ്റിലേക്ക് തന്നെ പോകട്ടെ. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസ് വൈഫ്, ഒരുപാട് വീട്ടമ്മമാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആയിരിക്കും. ഏതായാലും താങ്ക് യു ലിജോ. താങ്ക് യു സോ മച്ച്.